ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാളത്തേക്കുള്ള കുറച്ച് സ്റ്റോക്കുകളാണ് ഇന്ന് നമുക്ക് പറയാൻ പോകുന്നത്. 6-ാം തീയതി ചൊവ്വാഴ്ച ഇൻട്രാഡേക്ക് പറ്റിയ സ്റ്റോക്കുകൾ, നല്ല മൂവ്മെന്റും ട്രെൻഡിങ് ആകാൻ സാധ്യതയുള്ള കുറച്ച് സ്റ്റോക്കുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ഫസ്റ്റ് സ്റ്റോക്ക് ICICI ബാങ്ക് ആണ്. ഈ ഒരു ലെവലിന്റെ താഴത്തോട്ടാണ് സ്റ്റോക്ക് ഉള്ളതെങ്കിൽ ഒന്ന് ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റി മാത്രം നോക്കുക. ഈ ഒരു ലെവലിന്റെ മുകളിലോട്ട് 941.5 മുകളിലോട്ടാണെങ്കിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി നോക്കുക. അപ്പൊ ഈ രണ്ട് ലെവലും നോക്കുക, 933 941. അടുത്ത സ്റ്റോക്ക് ഉള്ളത് ITC ആണ്. ITC 338.40 താഴെ തന്നെയാണ് പ്രൈസ് ഓപ്പൺ ചെയ്യുന്നത് എന്ന ലെവൽ ഉള്ളതെങ്കിൽ ഒരു ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റി 340 മുകളിലോട്ട് വരുവാണെങ്കിൽ മാത്രം ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി മാത്രം നോക്കുക. അടുത്ത സ്റ്റോക്ക് ഡാബർ ആണ്. ഡാബർ ഈ ഒരു ലെവല് 577 താഴത്തോട്ട് വരുവാണെങ്കിൽ മാത്രം ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റി നോക്കുക. 586 മുകളിലോട്ട് വരുവാണെങ്കിൽ മാത്രം ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി നോക്കുക. ബൈയിങ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നത് ഒരു 15 മിനിറ്റ്സ് സ്ട്രാറ്റജി നിങ്ങൾക്ക് നോക്കാം. അതായത് 3 ക്യാൻഡിൽ വന്നതിന് ശേഷം ഹൈയും ലോയും ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ട്, ഹൈ ആണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഇതിന് മുകളിൽ തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി നോക്കുക. അതേ സംബന്ധിച്ച് ഇതിന് താഴത്തോട്ട് വരുവാണെങ്കിൽ ഈ ഒരു ലെവൽ കഴിഞ്ഞിട്ടുള്ള നിങ്ങൾക്ക് വേറെ സ്ട്രാറ്റജികളുണ്ട്. ഇൻസൈഡ് ബാർ അങ്ങനെയുള്ള ഇതൊക്കെ, അതായത് ഒരു ക്യാൻഡിലിന്റെ അകത്ത് വേറൊരു ക്യാൻഡിൽ വന്ന് ആ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്യുന്നതാണ് ഇൻസൈഡ് ബാർ. അത് ഇതിന് താഴത്താണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ച് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അടുത്ത സ്റ്റോക്ക് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയാണ്. അതും ഈ ഒരു ലെവൽ 1281.40 ആണ്. 1281.04. അതിന് മുകളിലോട്ട് വരുവാണെങ്കിൽ മാത്രം ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി നോക്കുക. 1269.85 താഴെ തന്നെ പ്രൈസ് നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്കൊരു ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റി നോക്കാവുന്നതാണ്. അടുത്ത സ്റ്റോക്ക് ഉള്ളത് ലാർസൻ ആൻഡ് ടർബോ ആണ്. അത് ഈ ഒരു പ്രൈസിന് മുകളിൽ 2082.20 മുകളിൽ പ്രൈസ് നിൽക്കുവാണെങ്കിൽ ബൈയിങ് ഓപ്പർച്യൂണിറ്റി മാത്രം നോക്കുക. ഈ ഒരു പ്രൈസ് 2074.65 താഴത്തോട്ട് നിൽക്കുവാണെങ്കിൽ ഒരു ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റി നോക്കുക. അടുത്ത സ്റ്റോക്ക് ഉള്ളത് സിപ്ലയാണ്. സിപ്ല ഈ ഒരു റേഞ്ച് 1121.40 മുകളിൽ പ്രൈസ് വരുമ്പോൾ നിങ്ങൾക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി നോക്കാവുന്നതാണ്. 1116.80 താഴത്തോട്ട് നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്കൊരു ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റി നോക്കാവുന്നതാണ്. അടുത്ത സ്റ്റോക്ക് പറയാൻ പോകുന്നത് HR മോട്ടോഴ്സ് ആണ്. HR മോട്ടോഴ്സ് 3414.60 മുകളിൽ വരുവാണെങ്കിൽ മാത്രം ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി നോക്കുക. 3359.20 താഴെ തന്നെ നിൽക്കുവാണെങ്കിൽ നമുക്കൊരു ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റി നോക്കാവുന്നതാണ്. അടുത്ത സ്റ്റോക്ക് ബ്രിട്ടാനിയാണ്. ബ്രിട്ടാനിയ ഈ ഒരു ലെവലിന് മുകളിൽ നിൽക്കുവാണെങ്കിൽ 4391.25 മുകളിൽ നിൽക്കുവാണെങ്കിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയും, 4304.60 താഴെ നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റി നോക്കാവുന്നതാണ്. അപ്പം ഒരു 8 സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 8 സ്റ്റോക്ക് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് നാളത്തേക്ക് ആഡ് ചെയ്തിടുക. ഇതിൽ നല്ല മൂവ്മെന്റ് ഉണ്ടാകാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളാണ്. അപ്പം പുതിയൊരു വീഡിയോ കാണുന്നവരെ